അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ബന്ധപ്പെട്ടവർക്കും ഈ പരിശുദ്ധമായ റജബ് മാസം അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ പവിത്രമായ റജബ് മാസത്തിലേക്ക് അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് നമ്മൾ പ്രവേശിച്ചു. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില അറിവുകൾ എൻ്റെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ സുബ്ഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 70 പ്രാവശ്യം നമ്മൾ ഒരിക്കലും മറന്നു പോവാൻ പാടില്ലാത്ത ഒരു ദിക്റുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, ഈ ഒരു ദിക്ർ ഒരു മനുഷ്യൻ 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നരകം അവനെ തൊട്ട് ഹറാമാക്കപ്പെടുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. ഏതാണ് ആ ദിക്ർ എന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണം, എനിക്ക് നീ കരുണ ചെയ്യണം, എൻ്റെ തൗബ നീ സ്വീകരിക്കണമെന്ന ആ സുന്ദരമായ ആ ഒരു ദിക്ർ നമ്മൾ റജബ് മാസത്തിൻ്റെ എല്ലാ സുബ്ഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും പറയേണ്ടതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, 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 അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അതുപോലെ തന്നെ ദുആകൾ വർദ്ധിപ്പിക്കുക. നമ്മൾ ഈ റജബ് മാസത്തിൽ എപ്പോൾ ദുആ ചെയ്താലും വലിയ പ്രതിഫലമാണ്. പ്രത്യേകിച്ച് അത് ദുനിയാവിലെ കാര്യമാണെങ്കിലും ആഖിറത്തിലെ കാര്യമാണെങ്കിലും അല്ലാഹു വലിയ പ്രതിഫലമാണ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്, നമുക്ക് നൽകുന്നത്. റജബ് മാസം 1 മുതൽ നമ്മൾ പറയേണ്ട നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹു തആല റജബിലും ശഅബാനിലും നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇനി വരുന്ന റമളാൻ മാസത്തിലേക്ക് നമ്മെ എത്തിക്കുകയും റമളാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകട്ടെ. റജബിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം നമ്മൾ പറയണം. ഏത്? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. സുബ്ഹാന, ഏറ്റവും വലിയ പരിശുദ്ധിയുള്ളവൻ അല്ലാഹുവാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അൽ ഹയ്യിൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, എല്ലാ കാര്യവും അറിയുന്ന, എല്ലാം ചെയ്യുന്ന, എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാത്തിനും ഉടമസ്ഥനായ അല്ലാഹു. ആ അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന ഈ ഒരു ദിക്ർ നമ്മൾ പറയേണ്ടതുണ്ട്, ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റജബിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ആ ദിക്ർ നിങ്ങൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കേണ്ടതാണ്. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. രണ്ടാമത്തെ 10 നമ്മൾ പറയേണ്ട സുപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് എന്ന ഒരു ദിക്ർ. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. മൂന്നാമത്തെ 10 100 പ്രാവശ്യം നമ്മൾ പറയണം. ഏത്? സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന് റജബിൻ്റെ മൂന്നാമത്തെ 10 ദിവസങ്ങളിൽ പറയണം. അതിനാൽ ഇപ്പോൾ നമ്മളുള്ളത് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്ർ നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. റജബ് 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ എല്ലാ ദിവസവും 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഈ റജബ് മാസത്തിൽ നമ്മൾ മറന്നു പോവാൻ പാടില്ല. നമ്മൾ ഏതൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നോ ആ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ പരമാവധി സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ ഈ സൂറത്ത് ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 11 പ്രാവശ്യം ഓതാൻ ഒരു 1.5 മിനിറ്റ് പോലും വേണ്ട. 1.5 മിനിറ്റ് മതി, കൂടിപ്പോയത് ഒരു 1.5 മിനിറ്റ് മതി സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം ഓതാൻ. നമുക്ക് ഇത്രയും സമയം ഒരു ദിവസമുണ്ടല്ലോ, ഈ ഒരു 1.5 മിനിറ്റ് ഈ 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് മാറ്റിവെച്ചാൽ അക്സറു സവാബ. ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 70 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ പ്രതിഫലം അല്ലാഹു നൽകുമെന്നാൽ ഒരുപാട് നമുക്ക് വാരി കോരി അല്ലാഹു തആല
പ്രതിഫലം നൽകുന്ന ഒരു മാസം കൂടിയാണ് റജബ്. അപ്പൊ റജബ് മാസത്തിൽ ഓതേണ്ട സൂറത്തുകളിൽ പ്രധാനപ്പെട്ടത് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് വട്ടം പാരായണം. സൂറത്തുൽ ഫാത്തിഹ ഈ റജബ് മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുപാട് ഓതും എന്ന ഒരു നിയ്യത്ത് ഇപ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ ആയത്തുൽ കുർസിയെ, ആമന റസൂലു, അതുപോലെ സൂറത്തുൽ യാസീൻ, ലൗ അൻസൽന എന്ന് പറയുന്ന സൂറത്ത്, അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകൾ. ഇതൊക്കെ ഒരുപാട് വട്ടം ഓതൽ നമുക്ക് വളരെയധികം പ്രതിഫലങ്ങൾ അല്ലാഹു നൽകാൻ കാരണമാണ്. അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും പ്രത്യേകം ഓതാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഏറ്റവും സ്പെഷ്യലായിട്ട് ഒരു ദിവസം 11 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ശ്രദ്ധിക്കുക. ആ സൂറത്തുൽ ഇഖ്ലാസ് എത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് വാരിക്കോരി നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ റജബ് മാസത്തിൽ എപ്പോൾ ദുആ ചെയ്താലും വലിയ പ്രതിഫലമാണ്. പ്രത്യേകിച്ച് റജബിലെ ആദ്യത്തെ ദിവസം നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് ദുനിയാവിലെ കാര്യമാണെങ്കിലും ആഖിറത്തിലെ കാര്യമാണെങ്കിലും അള്ളാഹു വലിയ പ്രതിഫലമാണ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്, നമുക്ക് നൽകുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ കാണാം ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള ദിവസമാണ്, ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ദുആ ചെയ്താലും, എന്ത് ഖൈറായ കാര്യം ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. എന്ത് നമ്മൾ ദുആ ചെയ്താലും, ഹലാലായ എന്ത് മുറാദ് ചോദിച്ചാലും അള്ളാഹു നൽകും. ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം. മാത്രമല്ല ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. റജബ് മാസത്തിൽ നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഒരുപാട് പാപം ചെയ്യും. ഞാൻ ഒരുപാട് പാപം ചെയ്യുന്നവരാണ്. കേൾക്കുന്ന നമ്മളിൽ പല ആളുകളും പലപ്പോഴും പല അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട്. എല്ലാം അള്ളാഹു പുറത്തു നൽകുമാറാവട്ടെ, എല്ലാം അള്ളാഹു ക്ഷമിക്കുമാറാവട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ റജബിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരുപാട് വട്ടം പറയുക. മാത്രമല്ല അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി എന്ന് ഒരുപാട് വട്ടം നമുക്ക് പറയാവുന്നതാണ്. മാത്രമല്ല അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ആ ദിക്ർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ആ ദിക്ർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ആ ദിക്ർ വർദ്ധിപ്പിക്കുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ അത് പറയാം. അതുപോലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ആ ദിക്ർ വർദ്ധിപ്പിക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ആ ദിക്ർ വർദ്ധിപ്പിക്കാം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് ഈ ദിക്ർ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ആ ഒരു ആയത്ത്, ആ ഒരു ദിക്ർ നമുക്ക് വർദ്ധിപ്പിക്കാം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആ ദുആ വർദ്ധിപ്പിക്കുക. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ആ ദുആ നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക. മാത്രമല്ല മലയാളത്തിൽ നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹുവേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം, ബിസിനസിന്റെ കാര്യം, തൊഴിലിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, വീടിന്റെ കാര്യം, വാഹനത്തിന്റെ കാര്യം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരുണ്ടല്ലോ. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ മനസ്സു തുറന്ന് പുരുഷന്മാര് പള്ളിയിലെങ്കിൽ പള്ളി, അല്ലെങ്കിൽ വീട്ടില് പ്രത്യേകിച്ച് ഉമ്മമാര് അവരുടെ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ആ ദുആകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. മലയാളത്തിൽ ഇങ്ങനെ ദുആ ചെയ്യുക. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറാൻ വലിയ അവസരമാണ്. അതുകൊണ്ട് ആരും പാഴാക്കി കളയരുത്. ഈ ഒരു മാസം, ഇപ്പോൾ റജബ് മാസത്തിൽ ഒരു നന്മ ചെയ്താൽ 70 ഇരട്ടി പ്രതിഫലമാണെന്ന് ഹദീസിൽ കാണാം. എന്നതുപോലെ മറ്റൊരു ഹദീസിലുണ്ട് അശദ്ദു ഇഖാബ, ഈ റജബ് മാസത്തിൽ ഒരു തിന്മ ചെയ്താൽ, ഒരു പാപം ചെയ്താൽ ഈ റജബ് മാസത്തിൽ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷക്ക് അതികഠിനമായ വേദനയുണ്ടാകുമെന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം. അതുകൊണ്ട്
പരമാവധി പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു തആല നന്മകൾ ഒരുപാട് ചെയ്യുന്ന, തിന്മകൾ ചെയ്യാത്തവരായി അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റജബ് മുഴുവനും സുന്നത്ത് നോമ്പ് പിടിക്കൽ നല്ലതാണ്. റജബ് മുഴുവനും നോമ്പ് പിടിക്കൽ നല്ലതാണ്. പക്ഷേ ഒന്നിടവിട്ട ദിവസം, റജബ് 1 സുന്നത്ത് നോമ്പ് പിടിച്ചു, 2 വിട്ട് 3 പിടിച്ചു, 4 വിട്ട് 5 പിടിച്ചു, അതുപോലെ 6 വിട്ട് 7 പിടിച്ചു. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ റജബിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാറി 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 നമുക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാവുന്നതാണ്. അങ്ങനെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന സമയത്ത് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകുമല്ലോ. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാർക്കും ഒരുപക്ഷെ സഹോദരന്മാർക്കും പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടാകും. ആ നോമ്പിന്റെ നിയ്യത്ത് കൂടി വെച്ചാൽ നമുക്ക് 2 നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകും. ഒന്ന് റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം, അതോടൊപ്പം തന്നെ ഖളാ ആയി പോയ ഫർളായ ഒരു നോമ്പിന്റെ പ്രതിഫലവും അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ സുന്നത്ത് നോമ്പ് പരമാവധി പിടിക്കാൻ ശ്രദ്ധിക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ റജബ് മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പ് പിടിച്ചാൽ 600 കൊല്ലം നോമ്പ് പിടിച്ച കൂലി കിട്ടുമെന്നൊക്കെ വരെ പല ഹദീസിന്റെ കിതാബുകളിലും കാണാം. ഒരു റജബ് മാസത്തിലെ ഒരു നോമ്പ് പിടിച്ചിരുന്നെങ്കിൽ നബി തങ്ങൾ ഒരു ഖബറിന്റെ ചാരത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ ഒരു ചെറുപ്പക്കാരൻ ശിക്ഷിക്കപ്പെടുകയാണ്. ആ ശിക്ഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ പലത് പറയുന്നുണ്ട്. ഒന്ന്, അയാൾ ഗീബത്ത് പറയുന്ന ആളായിരുന്നു. മറ്റൊന്ന്, അയാൾ മൂത്രമൊഴിച്ചാൽ കൃത്യമായി ശുദ്ധിയാക്കാത്ത ആളായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തുമാവട്ടെ, ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹിന്റെ ഹബീബ് കൂടെയുള്ള സ്വഹാബിമാരോട് പറഞ്ഞു, ഈ മനുഷ്യൻ റജബ് മാസത്തിൽ നിന്നും ഏതെങ്കിലും ഒരു സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ അവനിക്ക് വരില്ലായിരുന്നു. കാരണം റജബ് മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പ് ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ പ്രതിഫലമൊക്കെ നമുക്ക് കരസ്ഥമാക്കണം. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ ഇൽമുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുക. ഇതുപോലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്തു കൊടുക്കുക. ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അമൽ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല ഈ പറയപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് എന്തെല്ലാം ആരെല്ലാം എവിടെ വെച്ചെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് നടത്തിയിട്ടുണ്ടോ അവരെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. എല്ലാ മരണപ്പെട്ടു പോയ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. റജബ് മാസവും വരാനിരിക്കുന്ന ശഅബാനും അതിനുശേഷമുള്ള റമളാനും നമുക്കെല്ലാം അനുകൂലമായ സാക്ഷിയാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ.